ഉത്തര മലബാറിൽ മാത്രം ഒതുങ്ങുമായിരുന്ന ഈ കലാരൂപം കലോത്സവ വിഭാഗത്തിൽപ്പെടുത്തിയതോടെയാണ് സജീവമായത്. ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിൽ കളിച്ചിരുന്നതാണ് പൂരക്കളി. തെക്കൻ ജില്ലകളിലെ ഭാഷയുടെ ഒരു വ്യത്യാസം അനുസരിച്ച് ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. കലോത്സവ വേദികൾ ഉൾപ്പെടുത്തിയ ഈ പൂരക്കളി ഉൾപ്പെടുത്തിയ അന്ന് തൊട്ട് പറഞ്ഞാൽ 2 or 3 ടീമുകൾ മാത്രമേ ഈ പൂരക്കളി അവതരിപ്പിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇന്നത് എല്ലാ ജില്ലകളിലും സജീവമായിട്ട് സബ് ജില്ല തൊട്ടേ മത്സരം ഉണ്ടാകാറുണ്ട്. പൂരക്കളിയുടെ വേഷവിധാനത്തിലുമുണ്ട് പ്രത്യേകതകൾ. ചുവപ്പ്, വെള്ള, കറുപ്പ് എന്നീ നിറങ്ങളിലാണ് വേഷം. ഇതിൽ ചുവപ്പ് നിറത്തിനെ ചെല്ലണമെന്നും വെള്ളയെ ചൊറ എന്നും കറുപ്പിനെ ഉറുമാൽ എന്നുമാണ് പറയുക. മെയ്വഴക്കവും കഠിനാധ്വാനവും പൂരക്കളിക്ക് അത്യാവശ്യമാണ്. 3 മാസത്തോളം നീണ്ട പരിശീലനത്തിലൊടുവിലാണ് വിദ്യാർത്ഥികൾ പൂരക്കളി അവതരിപ്പിക്കുന്നത്. പൂരക്കളി കാണാനെത്തിയ കാണികളും ആവേശത്തിലായിരുന്നു.